നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യവസ്തുവിനെ കുറിച്ചാണ്. എക്രോട്ട് അഥവാ വാൾനട്ട്. വാൾനട്ട് പതിവായി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം? ഏതെല്ലാം പോഷകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? എപ്പോൾ കഴിക്കണം? എങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത്? എത്ര അളവിൽ കഴിക്കണം? ആർക്കൊക്കെ കഴിക്കാം? ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല? അമിതമായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം? ഇതിനെല്ലാം കുറിച്ചുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇനി മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമുക്ക് ഇനി വാൾനട്ടിൽ ഏതെല്ലാം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കാം. വാൾനട്ടിൽ ധാരാളമായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, സെലീനിയം, ഫോസ്ഫറസ് ഇവ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി കോംപ്ലക്സസ് ഒക്കെ ധാരാളമായിട്ട് വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പതിവായി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. തലച്ചോറിന്റെ ആകൃതിയോട് സാമ്യമുള്ളതിനാൽ ഇതിനെ ബ്രെയിൻ ഫുഡ് എന്ന് വിളിക്കാറുണ്ട്. ബ്രെയിൻ ഫുഡ് എന്ന് അതുകൊണ്ട് മാത്രമല്ല വിളിക്കാറ്, കാരണം ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണകരമാണ്. പ്രായമായവരിലും തലച്ചോറിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വാൾനട്ട്. രണ്ടാമതായിട്ട് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. വാൾനട്ടിൽ omega-3 ഫാറ്റി ആസിഡ്സ്, അതായത് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിലെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് LDL, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും ഇവർ സംരക്ഷിക്കുന്നു. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാന ഗുണം ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം അമിതമായ ഇൻഫ്ലമേഷൻ അഥവാ വീക്കമാണ്. അപ്പോൾ ഈ വാൾനട്ടിലുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു, സന്ധിവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു, ദീർഘകാല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്നു. അതുപോലെ അടുത്തതായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനും അതുകൊണ്ട് തന്നെ സാധിക്കുന്നു. അതുപോലെ ദഹന ആരോഗ്യം മെച്ചപ്പെടാനും വാൾനട്ട് സഹായിക്കുന്നു. വാൾനട്ടിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ദഹന പ്രക്രിയ സുഗമമാക്കുകയും നല്ല ബാക്ടീരിയകൾ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് പ്രമേഹ രോഗികൾക്കും വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് വാൾനട്ട്. അവരുടെ ശരീരത്തിലെ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സഹായിക്കുന്നു. ഇൻസുലിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹ രോഗികൾ കലോറി നോക്കി വേണം, അതായത് മിതമായ അളവിൽ വേണം ഉപയോഗിക്കാനായിട്ട്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹമുള്ളവര്, കുറയ്ക്കാൻ ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും അവരുടെ ഡയറ്റിൽ വാൾനട്ട് ഉൾപ്പെടുത്തണം. കാരണം ഇത് കഴിച്ചു കഴിയുമ്പോൾ കലറി കൂടിയ ആണെങ്കിലും ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ദീർഘനേരം ഭക്ഷണം, അതായത് വിശപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. അതുപോലെ നമ്മുടെ ഭാരം നിയന്ത്രിക്കാനും സാധിക്കും. അതുപോലെ ഇതിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടാനും ഇത് സഹായിക്കുന്നുണ്ട്. ധാരാളമായി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാൾനട്ട്. വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ, ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ പെട്ടെന്ന് വാർദ്ധക്യം, അതായത് നമുക്ക് ഏജ് തോന്നിക്കിൽ നിന്നൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പ്രായമാകുന്നതിനെ ചെറുക്കാൻ ആന്റി ഏജിങ് ഫുഡ്സിൽ ഉള്ളതാണ് വാൾനട്ട്. അപ്പൊ അതുകൊണ്ട് പ്രായം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര്, യൗവനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവര് നിർബന്ധമായും വാൾനട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം.
മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നാൽ നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒന്നാണ് വാൾനട്ട്. വാൾനട്ടിൽ മെലാറ്റോണിൻ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കും. ഉറക്കം മാത്രമല്ല, ഉറക്കത്തിന്റെ ക്വാളിറ്റി അതായത് ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഈ വാൾനട്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള വാൾനട്ടിന്റെ ആരോഗ്യ ഗുണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. എത്ര അളവിൽ കഴിക്കണം എന്ന് നമുക്ക് നോക്കാം. സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് 4 മുതൽ 7 വാൾനട്ട് വരെ കഴിക്കാം. സാധാരണ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നട്ട്സുകളാണെങ്കിലും നമ്മൾ അളവ് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു കൈയുടെ ഒരു പിടിയാണ്, ഒരു പിടി. അപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പിടി എന്ന് ഇങ്ങനെ എടുക്കരുത്, ജസ്റ്റ് ഒരു പിടി. അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്ര കിട്ടും? ഒരു 4 മുതൽ ഒരു 7 വരെ ആണ് കിട്ടുക. അതാണ് മിതമായ അളവില്. കൂടുതൽ ആരോഗ്യ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ മിതമായ അളവിൽ തന്നെ കഴിക്കണം. അതിൽ കൂടുതൽ കഴിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനിയിപ്പം കുട്ടികൾക്കാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, 2 എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി എപ്പോൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത് നോക്കാം. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പമോ കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാം. ഇനിയിപ്പോ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന മെലാറ്റോണിൻ ഇതിലുള്ളത് കൊണ്ട് ഉറക്കം ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഉറങ്ങുന്നതിന് 1 അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പോ കഴിക്കാം. അന്നേരം വളരെ ചെറിയ അളവിൽ മാത്രമേ കഴിക്കാവൂ. കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് എന്ന് നോക്കാം. രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ച് രാവിലെ കഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ ദഹനം എളുപ്പമാകും. അതുപോലെ ദഹന പ്രശ്നമുള്ളവർക്ക് ഉണ്ടാകുന്ന വയർവീക്കം കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നേരിട്ട് പച്ചയ്ക്കോ അല്ലെങ്കിൽ ചെറുതായിട്ട് വറുത്തിട്ടോ കഴിക്കാം. അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളിൽ ചേർത്ത് കഴിക്കാം. പാലിൽ ചേർത്ത്, സ്മൂത്തിയിൽ ചേർത്തോ അല്ലെങ്കിൽ ഓട്സിൽ ചേർത്തോ ഫ്രൂട്ട് സലാഡിൽ ചേർത്തോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, പ്രായമായവർക്ക്, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ശരീരഭാരം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ ഇനി അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാലും ഈ വയറുവീക്കം, വയറിളക്കം, വയറുവേദന, ഈ കാലറി കൂടുതലുള്ളത് കൊണ്ട് ശരീരഭാരം കൂടാം. ഇതൊക്കെയാണ് ഉള്ളത്. ഇനി ആരൊക്കെ വാൾനട്ട് കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അലർജി ഉള്ളവർ, നട്ട്സിന്റെ ഒക്കെ അലർജി ഉള്ളവർ. കാരണം അവർ കഴിക്കുമ്പോൾ ചുണ്ട് തടിച്ച് വീർക്കാം, ചൊറിച്ചിലുണ്ടാകാം, ശ്വാസതടസ്സം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ, നട്ട്സിന് അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ല. അത് ഗുരുതരമായ ദഹന പ്രശ്നങ്ങളുള്ളവർ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, എന്ത് കഴിച്ചാലും ദഹിക്കാതെ പോകുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല. പിന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരും അമിതമായ അളവിൽ കഴിക്കാൻ പാടില്ല. വാൾനട്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന പോഷണസമ്പന്നമായ ഒരു ഭക്ഷണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളും കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.